ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് തൈര് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായി ഞാൻ ഒരു അത്യാവശ്യം വലിയ വലിപ്പത്തിലുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ കൂടി കാണാം. പിന്നെ വേണ്ടുന്നതാണ് 5-10 വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 5-10 കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി എന്ന് പറയും. പിന്നെ ഒരു തക്കാളി, അതുപോലെ തന്നെ 2 പച്ചമുളക്. അത് നമ്മൾക്ക് എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടുന്നതാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 3 വറ്റൽമുളക്, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ബീട്രൂട്ട് തൈര് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ തൈരിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്തത്. അത് പിന്നെ കട്ടയൊക്കെ അടച്ചെടുക്കണം നമ്മൾ കറി വെക്കുന്ന സമയത്ത്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഈ ഒരു സൈസിലാണ് മുറിച്ചെടുത്തത്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഏറ്റവും ആദ്യം. അപ്പോൾ ബീട്രൂട്ട് വേവാൻ ആവശ്യമായ വെള്ളം മാത്രം, അതായത് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആ കഷ്ണത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു സ്പൂൺ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ടൊക്കെ വേവിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് വേവിച്ച് അതേ ചട്ടി തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായി ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് 1 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി പൊട്ടി വരുന്നുണ്ട് കടുക് ഉലുവയും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, പച്ചമുളക് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി അല്ലി എല്ലാം നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വറ്റൽമുളക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ടായി പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഒരു തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായി നമുക്ക് വേവിച്ച് ഉടക്കാം ഒന്ന്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ വേവിച്ച് വെച്ച ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബീട്രൂട്ട് വേവിക്കുന്ന സമയത്ത് ആ കഷ്ണത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് ഓൾറെഡി തീ കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തൈര് കറി നമ്മൾക്ക് ഉണ്ടാക്കിയ പാടും കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇത് വെച്ചിട്ട് തലേദിവസം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് ചേർത്ത പാട് നമ്മൾക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ട്. അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വേവിച്ച ബീട്രൂട്ടിൻ്റെ കഷ്ണം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തിട്ടും ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. എന്നാലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയും ചേർക്കാവുന്നതാണ്.
അപ്പോൾ അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തൈര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ റെഡിയാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ബീട്രൂട്ടിനെ കൊണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ എല്ലാം ഒഴിച്ച് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കണ്ടില്ലേ, നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ, അതുപോലെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.